ഒരു ചെറിയൊരു സിനിമ, കുറച്ച് കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയിൽ ഉണ്ടായ ഒരു സിനിമ, മേരെ പ്യാരെ ദേശവാസിയെ. ആ സിനിമയുടെ രണ്ട് പേരാണ് സിനിമയിൽ അഭിനയിച്ച ഒരാൾ, ഒപ്പം തന്നെ സിനിമയുടെ സംവിധായകനുമാണ് നമ്മോടൊപ്പമുള്ളത്. സംവിധായകൻ സന്ദീപ് അജിത് കുമാർ, ദിനേശ്. സ്വാഗതം. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകമാണ്, കാരണം നമ്മളിത് കേട്ട് കുറച്ച് കാലമായിട്ട് കേൾക്കുന്നുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു പേരിലൊരു സിനിമ? നമ്മളൊരു സിനിമയ്ക്ക് പേരിടുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ ആളുകൾ ശ്രദ്ധിക്കണം എന്നൊക്കെ എഴുതിയിട്ടാണല്ലോ നമ്മൾ സിനിമയ്ക്ക് പേരിടുന്നത്. അതുമാത്രമല്ല സിനിമയുടെ സബ്ജക്റ്റുമായിട്ട് വിഷയവുമായിട്ട് ഇടകലർന്നു പോകുന്നതും ആയിരിക്കണം പേര്. അങ്ങനെ ചിന്തിച്ച സമയത്ത് ഒരുപാട് ആളുകൾക്ക് എനിക്ക് തോന്നുന്നു ഇൻ്റർനാഷണലി തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ടാഗ് ലൈനാണ് മേരെ പ്യാരെ ദേശവാസി എന്നുള്ളത്. അതിനെ ശരിക്കുള്ളൊരു മലയാളം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ എന്നാണല്ലോ അതിൻ്റെ മീനിങ് വരുന്നത്. അത്രയേ ഉള്ളൂ അതിൻ്റെ മീനിങ്. പക്ഷേ അത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന സമയത്ത് അത് ട്രെൻഡായി. അപ്പോൾ എൻ്റെ ഈ കഥയെന്ന് പറയുന്നത് മുതലയൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് അവിടുത്തെ അയാളുടെ പ്രിയപ്പെട്ട നാട്ടുകാരുടെ കഥ പറയുന്നതാണ്, നമ്മുടെ പ്രേക്ഷകരോട് പറയുന്നതായിട്ടാണ് ഈ സിനിമ പോകുന്നത്. അപ്പോൾ അതിന് നാട്ടുകാരെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ അതിന് അനുയോജ്യമായൊരു പേരാണ് മേരെ പ്യാരെ ദേശവാസി എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ എന്നിട്ട് കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. മേരെ പ്യാരെ ദേശവാസി എന്ന് പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും. സിനിമയിൽ രാഷ്ട്രീയം, അതെ, പേരുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടു. ദിനേശ് അരിക്കലെ പറയുന്ന കുറെ സിനിമകളിലൊക്കെ അഭിനയിച്ചു. അപ്പൊ എങ്ങനെയാ ഈ സിനിമയിൽ ഇപ്പം ഈ സിനിമയിൽ ഒരു മുഴുനീള ക്യാരക്ടറാണ്? അതെ, ഒരു 10-25 സിനിമയോളം ഒരു 10-15 വർഷത്തിനിടയിൽ ചെറിയ ചെയ്തിട്ടുണ്ട്. മമ്മൂക്കാൻ്റെ കൂടെയും ലാലേട്ടൻ്റെ കൂടെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സാറിൻ്റെ പടത്തിലൊക്കെ എല്ലാ വേഷങ്ങളും കിട്ടാറുണ്ട്. അങ്ങനെ സന്ദീപ് അജിത് കുമാർ എന്ന ഡയറക്ടറെ ആദ്യത്തെ പടത്തിൽ ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ അതിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം തന്നെ രണ്ടാമത്തെ പടത്തിലും വിളിച്ചു. ഇതിലൊരു ചെറിയ വേഷമാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു മുഴുനീളനായിട്ട് സിനിമ കൊണ്ടുപോകുന്ന ഒരു വേഷം തന്നെയാണ്. തിയേറ്ററിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ഒരാളുകളുടെ അഭിപ്രായങ്ങൾ ഇപ്പം കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ലാസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വേഷം, ഒരു ഗ്രാമീണ വേഷം ഇതിനകത്ത് സന്ദീപ് അജിത് കുമാർ തന്നിരിക്കുന്നത്. ഈ മറ്റ് സിനിമകളിലൊക്കെ വരുന്ന സമയത്ത് ചെറിയ റോളുകൾ എന്ന് പറയുമ്പോൾ ഒരു സജീവമായിട്ടുണ്ടായിരുന്നു. സജീവമായിട്ടുണ്ടായിരുന്നു. കലാകാരൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ആണല്ലോ, നമുക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളെ വല്ലാതെ ഇങ്ങനെ പിടിച്ച് പിൻവലിപ്പിക്കും. അപ്പം കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് വീണ്ടും ഒന്ന് സജീവമാകുമ്പം സന്ദീപ് അജിത് കുമാർ എന്ന ഡയറക്ടറായിട്ട് പരിചയപ്പെട്ടപ്പോഴാണ് എന്നെ വല്ലാതെ വീണ്ടും തിരിച്ച് അഭിനയത്തിലേക്ക് പിടിവല്ലി. ഇപ്പോൾ അദ്ദേഹം ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നപ്പം തന്നെ 2-3 പടം തന്നെ പഠിപ്പിച്ച് ചെയ്യാൻ കഴിഞ്ഞു. മാമാങ്കത്തിലും കുട്ടിമാമയിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ശ്രദ്ധിക്കപ്പെടുന്ന വേഷമാണ് ചെയ്തത്. ഈ കോഴിക്കോടൻ നാടകക്കളരിയിൽ നിന്നുള്ള ഒരാളും കൂടെയാണ്. അതെ. അപ്പോൾ നാടകം എബക്സ് എരണിക്കൽ എന്ന് പറഞ്ഞ സംഘടനയിൽ ശശികുമാർ എരണിക്കൽ, ഹരീഷ് പാരഡി ഇവരുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്നു. കുളൂർ സാറിൻ്റെ വ്യത്യസ്തമായ നാടകങ്ങൾ ഒരുപാട് വേദികൾ ചെയ്ത് കുളൂരിയൻ തിയേറ്ററിൻ്റെ ഒരു അഭിനയ സംഭവം കൂടി ഉണ്ട്. സന്ദീപിന്റെ ആദ്യത്തെ ഒരു സിനിമയുടെ ഇത് രണ്ടാമത്തെ ചിത്രമാണ്. രണ്ടാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ ആകാശത്തിനും ഭൂമിക്കുമിടയിലായിരുന്നു സിനിമയുടെ പേര്. അത് 2017 റിലീസായ സിനിമയാണ്. അതിലിപ്പം ദിനേശ് ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അതിനകത്തൊരു കഥാപാത്രം ദിനേശ് ചേട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു രാഷ്ട്രീയക്കാരൻ്റെ കഥാപാത്രമായിരുന്നു. സിനിമ എന്തുകൊണ്ടോ ശ്രദ്ധിക്കപ്പെടാൻ പറ്റിയിട്ടില്ല. അന്നത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കിടയിൽ നമ്മൾ ചെയ്തതാണ്. ഇപ്പോൾ ഈ സിനിമയിൽ ഇങ്ങനൊരു കഥാപാത്രം വന്ന സമയത്ത് ദിനേശ് ചേട്ടനെ ഞാൻ നമ്മുടെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ നമ്മളോട് അത്രയും താല്പര്യമുള്ള ആളുകളെ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതുണ്ടല്ലോ. അപ്പോൾ ദിനേശ് ചേട്ടനാണെങ്കിൽ ബിസിനസ്സൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു, സിനിമയിലേക്കൊന്നും വരുന്നില്ല, നോക്കുമ്പോൾ നന്നായി കഴിവുള്ള ആളാണ്, എന്തുകൂടെ നോക്കി സിനിമയിൽ ചെയ്യിപ്പിച്ചുവിടാന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്തതാണ്. പക്ഷേ രണ്ടാം വരവിന് കാരണമായി. സിനിമ കാണുന്ന എല്ലാവരും, എൻ്റെ അച്ഛനും അമ്മയ്ക്ക് സിനിമ കാണാൻ വന്നായിരുന്നു. അവരൊക്കെ പഴയ ആളുകളാണ്. അവർ എടുത്തു പറഞ്ഞൊരു വിഷയം എന്ന് പറയുന്നത് ആ ലാസർ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത്. കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും കണ്ട ആളുകൾ എടുത്തു പറയുന്നൊരു വിഷയമാണ് ലാസർ എന്ന് പറയുന്ന കഥാപാത്രം ഇഷ്ടപ്പെട്ടു. ഇതിനു മുമ്പ് കയ്യടി കിട്ടിയൊരു കഥാപാത്രം ഏതാണ്? മമ്മൂക്കാന്റെ മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ബസ് കണ്ടക്ടറിലെ സത്യൻ എന്ന് പറഞ്ഞൊരു ആർടി ഏജന്റിന്റെ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. അതിന് നന്നായിട്ട് ആളുകൾ ശ്രദ്ധിക്കപ്പെടുകയും എനിക്ക് ഇന്നും പല സ്ഥലത്ത് പോലെ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു കഥാപാത്രം. അത് നല്ല സെന്റിമെന്റൽ ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. ഓർമ്മയുണ്ടല്ലേ? ഇപ്പൊ ഈ സിനിമ പറഞ്ഞ് ഈ പേരിൽ തന്നെ ശ്രദ്ധിക്കപ്പെടും എന്നുള്ളത് പറഞ്ഞു. പക്ഷെ ആ രീതിയിലേക്ക് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ചിത്രം എന്ന് പറഞ്ഞ് കൊണ്ടുവരുമ്പോൾ ഒരു താരതമ്യേന ഒരു നവാഗത രണ്ടാമത്തെ പടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു തിയേറ്റർ കിട്ടാനും? തിയേറ്റർ കിട്ടുന്നതിനകത്ത് ബുദ്ധിമുട്ട് വരുന്നത് ഉണ്ടായിരുന്നു. പക്ഷേ തിയേറ്റർ കിട്ടുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ്, തിയേറ്ററിൽ നമുക്ക് ചിലപ്പം കിട്ടിയേക്കാം, പക്ഷേ തിയേറ്റർ കിട്ടുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് തിയേറ്ററിൽ ഷോർട്ട് ടൈമുകൾ കിട്ടുന്നത്. ഇപ്പം നമ്മൾ ചെറിയ സിനിമ എന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് ആർട്ടിസ്റ്റുകൾ ഇല്ലാത്തൊരു സിനിമ, ആർട്ടിസ്റ്റുകളല്ല താരമൂല്യം എന്ന് പറയുന്ന അതില്ലാത്ത സിനിമകൾക്ക്
പൊതുവേ ഒരു പിന്തിരിപ്പ് നയമാണ് നമ്മുടെ തിയേറ്ററുകാർക്കുള്ളത്. പക്ഷെ അവർ തിയേറ്ററൊക്കെ തരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവർക്ക് തോന്നുന്ന സമയമൊക്കെയാണ് നമുക്ക് തരിക. ഒട്ടും ഒരു ഗുണമില്ലാത്ത സമയമൊക്കെ ആയിരിക്കും തരിക. കോഴിക്കോട് എന്നുള്ള നല്ലൊരു ടീം ഉണ്ടാക്കാൻ കഴിഞ്ഞല്ല. നമ്മുടെ വിജയം എന്ന് പറയുന്നത് തിയേറ്ററിൽ എത്തിക്കാൻ സാധിച്ചു. നമുക്ക് തിയേറ്ററിൽ എത്തിച്ചു, അത് ജനങ്ങൾ കാണുന്നുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ സിനിമകളിൽ കുറച്ചെങ്കിലും അഭിപ്രായവും കാര്യങ്ങളൊക്കെ നേടി മുന്നോട്ട് പോകുന്ന സിനിമ ഇതാണ്. നമ്മുടെ ഒരു വിജയം എന്ന് പറയുന്നത് തിയേറ്ററിൽ എത്തിക്കാൻ സാധിച്ചു. ദിനേശ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അതൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇപ്പം എത്തിക്കാൻ സാധിച്ചു. ബൈജു അത്തോളിയ ക്യാമറാമാൻ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. നമ്മൾ ഷൂട്ട് ചെയ്ത സ്ഥലം ആ ഗ്രാമത്തിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം എല്ലാവരും നിഹിയാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരനും എൻ്റെ ആദ്യത്തെ സിനിമയിൽ പുള്ളിനായിരുന്നു ക്യാമറ, രണ്ടാമത്തെ സിനിമയിലും പുള്ളി ചെയ്തത്. നല്ല ക്യാമറയെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായം. ഗ്രാമഭംഗി ഏറ്റവും ഇപ്പം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമഭംഗി. ശരിക്കും ആ സിനിമ നമ്മൾ ടി വിയിലൊക്കെ വന്നു. ഇപ്പം തിയേറ്ററിൻ്റെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കൂടി കൂടുതൽ ആളുകൾ ഇനി ടി വിയിൽ വരുമ്പോഴേക്കും കാണാം. ഇപ്പോൾ സോങ്ങൊക്കെ ടി വിയിൽ കണ്ടിട്ടുണ്ട്. ആ ഗ്രാമഭംഗി നല്ല രീതിയിൽ തന്നെ. എവിടെയായിരുന്നു ഷൂട്ട് ലൊക്കേഷൻ? ഇവിടെ കടലുണ്ടി മണ്ണൂർ ഭാഗത്തായിരുന്നു. നാട്ടും പ്രദേശത്തല്ല, കോഴിക്കോട് മലപ്പുറം ഇടയിലുള്ളൊരു ഗ്രാമപ്രദേശത്തുള്ളൊരു കഥയായിട്ടാണ്. നിർമ്മൽ പാലാഴിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്രസിഡന്റിനാണ് ചെയ്തത്. രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിർമ്മലേട്ടൻ നരേഷനിലാണ് ഫസ്റ്റ് ഹാഫ് പോണത്. എനിക്ക് ചിലപ്പോൾ വരുന്ന ടി വിയിൽ വരുന്ന ഫിലിം കട്ട്സിൽ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ എടുത്ത് പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം നിർമ്മലിന്റെ ആയിരിക്കും എന്നുള്ളതാണ്. ഒരുപാട് നല്ല സാധനം നമ്മുടെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ സിനിമയ്ക്കും അതിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് രാഷ്ട്രീയമുണ്ട്, ദിനേശ് ചേട്ടന് രാഷ്ട്രീയമുണ്ട്, അല്ല എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. ഈ സിനിമയുടെ തിരക്കഥ എഴുതിയ ഇസ്മായിൽ മാഞ്ഞാലി, അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ട്. അത്തരത്തിലുള്ള രാഷ്ട്രീയം ഉണ്ടാവും, സിനിമയ്ക്ക് രാഷ്ട്രീയം ഉണ്ടാവും. ആ സിനിമയുടെ രാഷ്ട്രീയം ഇതിനകത്തുണ്ട്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ പരാമർശിച്ച് പോകുന്നുണ്ട്. പക്ഷെ അതൊന്നും ആരെയും നോവിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന തരത്തിലോ ഒന്നുമില്ല. വളരെ അങ്ങനെ ആയാലും പറയാൻ പറ്റില്ല, കാരണം അതൊരു നമ്മുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ആണ് ജീവിതത്തിൽ എല്ലാവരും കാണുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന അവരെ അനുഭവപ്പെടുന്ന കാഴ്ചപ്പാടുകളാണല്ലോ ഇതിൻ്റെ അകത്തുണ്ടാകുക. ആ പഞ്ചായത്തിലുണ്ടാകുന്ന ദൈനംദിനമായിട്ട് നമ്മൾ അനുഭവക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ അതിൻ്റെ അകത്ത് കാണിക്കുന്നു എന്നുള്ളത്. അത് രാഷ്ട്രീയമെന്ന് പറയാൻ കഴിയില്ല, പക്ഷേ അനുഭവപ്പെടുന്നവർക്ക് ചിലപ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ അവർക്ക് നമ്മൾ എടുത്ത വിഷയം എന്ന് പറയുന്നത് ഒരിക്കലും ന്യൂ ജനറേഷൻ വിഷയമല്ല. നമ്മളൊരു കുറച്ച് വയസ്സായിട്ടുള്ള ആളുകളെയൊക്കെ 10ാം ക്ലാസ് വിദ്യാഭ്യാസം കുറഞ്ഞൊരു ഗ്രാമമാണ്. അപ്പം അവിടെയുള്ള ആളുകൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്നതും അതിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് യുവാക്കളെയല്ല, കുറച്ചുകൂടെ ഏജ്ഡായിട്ടുള്ള ആളുകളെയാണ് ഫോക്കസ് ചെയ്തിട്ടാണ് സിനിമ പോകുന്നത്. ഇതിലിപ്പോ നോക്ക്, തിയേറ്ററിന്റെ കാര്യം പറഞ്ഞു, പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സമയം കൂടെ വലിയ പ്രശ്നമായിരിക്കും. സ്കൂളിൽ എക്സാം ആണ്, ഇലക്ഷൻ ചൂടാണ്, ഇലക്ഷൻ പെട്ടെന്ന് വന്നു, ഇങ്ങനെ മൊത്തം പിന്നെ കണക്കെടുപ്പ് ഇങ്ങനെ തുടങ്ങി മൊത്തം ഒരു പ്രശ്നമുള്ള സമയമായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് നമ്മളുടെ ഒരു നവാഗതൻ എന്ന നിലയിൽ നമുക്ക് കിട്ടാവുന്ന പരമാവധി കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് പൊതുവെ പുതിയ ആളുകളോടൊക്കെ ഈ തിയേറ്ററുകാർക്കും ഗവൺമെൻറ്റിനൊക്കെ ഒരു വലിയ താല്പര്യക്കുറവാണ് കാണുന്നത്. എന്താ ചെയ്യാം, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഒന്നും, അല്ലേ? എല്ലാ രീതിയിലും സിനിമ നിർമ്മിക്കപ്പെടുമ്പോൾ സന്ദീപ് കൂടുതലായിട്ട് ചർച്ച ചെയ്യുമ്പോൾ നമ്മളൊരു ആക്ടർ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു സൗഹൃദം പങ്കുവെക്കുന്ന ആളാകുമ്പം പല മേഖലയിൽ പോകുമ്പോൾ അതിന് GST, ഇതിന് GST, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലൊക്കെ എല്ലായിടത്തും GSTയും ടാക്സും ഒക്കെ ഉണ്ട്. നമ്മളെല്ലായിടത്തും ടാക്സ് ഒക്കെ ഇട്ടിട്ടാണ്, ₹1 കൊടുക്കേണ്ട അതിനും ടാക്സ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്യണത്. സിനിമയുടെ അറിയാലോ, വ്യവസായം എന്ന് പറയുന്ന രീതിയിൽ അത്തരത്തിൽ എല്ലായിടത്തും നമ്മൾ അത്ര വിനോദ നികുതി കൊടുക്കുന്ന സംഭവത്തിനും ഇങ്ങനെയുള്ള കുറെ സംരംഭകർ വന്നിട്ട് പിന്നെ അവരില്ലാതെ പോവുക. കാരണം അവർക്ക് കൃത്യമായിട്ട് തിയേറ്ററോ കാര്യങ്ങളോ ഇപ്പം ഒരു കൂട്ടായ്മ. അതിനകത്ത് മെയിനായിട്ട് വിജീഷ് പൂത്താലി എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്ത്, അതുപോലെ തന്നെ സജയൻ പാലാഴി, ലാലു ചെലവൂർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള 3 പേര് മെയിനായിട്ട് വന്നു നിന്നു. അതുപോലെ തന്നെ വേറെയും കുറച്ച് പേര് എല്ലാവരും കൂടെ ഞങ്ങളെല്ലാവരും കൂടെ കളക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് വളരെ ചെറിയ ബഡ്ജറ്റിൽ ചെയ്ത സിനിമയാണ്. ഒട്ടും താരപ്പൊലിമയോ അല്ലെങ്കിൽ ലാവിഷ്നെസ്സോ ഒന്നും കാണിക്കാതെ ഞങ്ങൾ ബുദ്ധിമുട്ടി ചെയ്ത സിനിമയാണ്. ചിത്രീകരണത്തിലോ അതിന്റെ ആശയം പറയുന്നതിലോ ദാരിദ്ര്യം കാണിച്ചിട്ടില്ല. അതൊന്നുമില്ല, സിനിമ കാണുമ്പോൾ എന്തായാലും പുതിയ മൂവി അടുത്തത് ഇനിയിപ്പോൾ 2 ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം കൂടെ ഉണ്ടല്ലോ ഇനി 3ാമത് ഒരെണ്ണം വരുന്ന സമയത്ത്. 3ാമത് സിനിമ നമ്മൾ പ്ലാനിങ്ങിലാണ്, നടക്കുന്നുണ്ട്, ചർച്ച നടക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അതെങ്ങനെ ഇതേപോലെ തന്നെയുള്ള നമ്മുടെ ഒരു കൂട്ടായ്മ ഉണ്ടാവുകയാണോ അതോ വലിയൊരു ഇപ്പം ഞാൻ ഈ കൂട്ടായ്മയിലൊക്കെ നമ്മൾ സർവൈവിങ്ങിൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണേ. ഇപ്പം അതൊക്കെ ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. കാരണം നമ്മൾ ഒരു പശ്ചാത്തലമില്ലാതെ കയറി വരുന്ന ആളാണ്. അപ്പം
ഇങ്ങനെയൊക്കെ നമ്മൾ നന്നായിട്ട് വലിയ ചിലവൊന്നുമില്ലാതെ പാഴ്ചെലവുകളൊന്നുമില്ലാതെ സിനിമ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ചില ആളുകൾ നമ്മളെ സമീപിക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യമായിട്ട് കാണുന്നു. ഇപ്പോഴും നാടകം ചെയ്യുന്നുണ്ടോ? ഇപ്പം ഞാൻ അടുത്ത് കുളൂർ സാറിൻ്റെ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളായി മാറി നിന്നിട്ടുണ്ടെങ്കിൽ കൂടി ഈ ഗോപാൽ എന്നൊരു ഒറ്റയ്ക്ക് കളിക്കുന്ന പ്ലേ 2-3 വേദികൾ കളിച്ചു. ഇനിയും അത് കൃത്യമായിട്ട് പ്രൊഫഷണലായിട്ട് കളിക്കാൻ പോകുന്ന ഒരു അവസ്ഥയിലല്ല, പക്ഷേ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കിട്ടാവുന്ന വേദികൾ സമയമുള്ള സമയത്ത് ഒറ്റയ്ക്ക് കളിക്കുന്ന 20 മിനിറ്റുള്ള ഒരു പ്ലേ. ഇത് ഇപ്പോൾ വരുന്ന പുതിയ സിനിമ മാമാങ്കത്തിലുണ്ടെന്ന് മാമാങ്കത്തിൽ ചെറിയൊരു വേഷം ചെയ്യുന്നുണ്ട്. കുട്ടിമാമയിൽ നല്ല ഒരു വേഷമാണ്. കുറച്ച് ബിനു സാറിൻ്റെ ധ്യാൻ ശ്രീനിവാസൻ്റെ കൂടെയാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. രണ്ടാമതൊരു നല്ല പ്രോത്സാഹനം സന്ദീപിൻ്റെ ഭാഗത്ത് തന്നെയാണ്. കാരണം ഞാൻ ബിസിനസ്സായി തിരിഞ്ഞെടുക്കുന്ന സമയത്ത് സന്ദീപ് ഇതിലൊരു ക്യാരക്ടർ ചെയ്യും, നിങ്ങൾ ഡയറക്ടർമാരൊന്നും വിളിക്കുന്നില്ല, വീണ്ടും കോൺടാക്ട് ചെയ്യണം, അഭിനയിക്കണം, കഴിവുള്ള ആളല്ലേ എന്ന് പറയുമ്പോൾ ആ പ്രോത്സാഹനം നമുക്ക് വീണ്ടും ഇതിൻ്റെ അകത്തേക്ക് അഭിനയിക്കാനുള്ളൊരു നമ്മൾ നിന്നുപോയാൽ അവിടെ നിന്നുപോയതാണ്. അതങ്ങനെയുള്ളൂ, അത്രേ ഉള്ളൂ. നമ്മൾ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഇരുന്നത് തന്നെയാണ്. ഇതിൽ ഫീമെയിൽ ആർട്ടിസ്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അഷ്കർ സൗദാൻ മമ്മൂക്കയുടെ സഹോദരി പുത്രൻ ഒരു മാഷായിട്ടാണ് വരുന്നത്. നിർമ്മലേട്ടൻ, അതുപോലെ നീന കുറുപ്പ്, നല്ല രസമായിട്ടുള്ള കുറേ കാലത്തിന് ശേഷമുള്ള നല്ലൊരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ KTC അവസാനം പൂർത്തീകരിച്ച സിനിമ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവസാനം ക്യാമറയ്ക്ക് മുന്നിലൊക്കെ പലരും പറയുന്നു, പക്ഷെ എനിക്കറിയില്ല. പുള്ളിയുടെ അവസാനത്തെ ഡബ് ചെയ്ത് പുള്ളി തന്നെ ഡബ് ചെയ്ത് നമ്മൾ തിയേറ്ററിലെത്തിക്കുന്ന അവസാനത്തെ സിനിമയാണ് മേരെ പ്യാരെ ദേശവാസി. എന്തായാലും നിങ്ങൾക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു. ഈ സിനിമ എനിക്ക് പറഞ്ഞു വെച്ചിട്ട് സിനിമ തിയേറ്ററിൽ ഇപ്പോൾ ഇച്ചിരി കുറച്ചൊരിതായിട്ടാണ് ഓടുന്നത്, പക്ഷേ ഇനിയും സിനിമകൾ ശ്രദ്ധിക്കപ്പെട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. രണ്ടാം വരവ് എന്തായാലും ഗംഭീരമായി തീരട്ടെ. താങ്ക് യു. എങ്ങനെ ഒരു അവസരം മീഡിയ വണ്ണിന് വിളിച്ചു തന്ന് നിങ്ങൾക്കും മീഡിയ വണ്ണും ഞങ്ങളുടെ ഒരായിരം നന്ദി. മീഡിയ വണ്ണിന് അതേപോലെ തന്നെ ഈ സിനിമ പ്രോഗ്രാം കാണുന്ന എല്ലാവരും സിനിമ കാണാൻ ശ്രമിക്കണം, വിജയിപ്പിക്കണം. ഞങ്ങളൊക്കെ പുതിയ ആളുകളാണ്. എന്തായാലും താങ്ക്സ്. താങ്ക് യു.